നമസ്കാരം. ഭാഷയിൽ ചിഹ്നങ്ങൾ ഓരോന്നും എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇവയൊക്കെ വ്യക്തമാക്കി തരുന്ന 3 അധ്യായങ്ങളുള്ള വീഡിയോ പാഠത്തിൻ്റെ 3ാമത്തെ അധ്യായത്തിലേക്ക്, അതായത് അവസാന അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇതിൻ്റെ 1ാം അധ്യായത്തിൽ പൂർണ്ണവിരാമം, അർത്ഥവിരാമം, അപൂർണവിരാമം, അല്പവിരാമം എന്നിവയെക്കുറിച്ചും 2ാം അധ്യായത്തിൽ ഇട, അതായത് സ്പേസ്, ചോദ്യചിഹ്നം, സ്തോഭചിഹ്നം, വലയം, ഇരട്ട ഉദ്ധരണി, ഒറ്റ ഉദ്ധരണി എന്നിവയെക്കുറിച്ചും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവയെക്കുറിച്ച് അറിയാൻ അതത് അധ്യായങ്ങൾ കാണുക. അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റു ചിഹ്നങ്ങൾ പരിശോധിക്കാം. ചെറുവര, ശൃംഖല, ഹൈഫൺ എന്ന് ഇംഗ്ലീഷ്. പദവിഭജനത്തെയോ പദബന്ധത്തെയോ തുടർച്ചയെയോ കാണിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നമാണിത്. കവിതയിൽ ഒരു പദം മുറിച്ച് 2 വരികളിലായി എഴുതേണ്ടി വരുമ്പോൾ 1ാം വരിയുടെ ഒടുവിൽ തുടർച്ച കാണിക്കാനായി ചെറുവര, അതായത് ഹൈഫൺ കൊടുക്കുന്നു. ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേ ദലമർമരങ്ങൾ. ഇവിടെ താരാട്ട് എന്ന പദത്തെ മുറിച്ചിരിക്കുന്നു എന്ന് കാണിക്കാനാണ് ആദ്യ വരിയുടെ അവസാനം ചെറുവര, അതായത് ഹൈഫൺ ഇട്ടിരിക്കുന്നത്. സമാന പദങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഹിന്ദു മുസ്ലിം മൈത്രി എന്നിങ്ങനെ സമാന പദങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് ചെറുവര ഉപയോഗിക്കുന്നു. 7ാം തീയതി, 7ഉം 8ഉം, കച്ചടത്തപ്പകൾ, ഇങ്ങനെ പ്രത്യയങ്ങളും മറ്റും അക്കങ്ങളോടും മറ്റും ചേർക്കുമ്പോഴത്തെ അസ്വാഭാവികത ഒഴിവാക്കാനും ചെറുവര, അതായത് ഹൈഫൺ ഉപയോഗിക്കുന്നു. 2020-21 കൊല്ലം കോട്ടയം എക്സ്പ്രസ് എന്ന രീതിയിൽ എ മുതൽ ബി വരെ എന്ന മട്ടിലുള്ള പ്രയോഗങ്ങളിലും ഹൈഫൺ അല്ലെങ്കിൽ ചെറുവര ഉപയോഗിക്കുന്നു. തീയതി എഴുതുമ്പോൾ ചെറുവര ഉപയോഗിക്കാറുണ്ട്. 9/4/1972. നെടുവര, രേഖ, ഡാഷ് എന്ന് ഇംഗ്ലീഷ്. പറഞ്ഞു കഴിഞ്ഞതു തന്നെ മറ്റൊരു തരത്തിലും വിശദീകരിക്കുന്നുവെന്ന് കാണിക്കാൻ നെടുവര, അതായത് ഡാഷ് ഉപയോഗിക്കുന്നു. താൻ നിൽക്കുന്ന കാലത്തിൽ നിന്ന് എത്രയോ അപ്പുറത്തേക്കുള്ള നോട്ടം. അതെ, കവിയെ കവിയാക്കുന്ന ആ ക്രാന്തദർശിത്വം തന്നെയാണ് ആശാനെ സമകാലികരാൽ ധിക്കരിപ്പിച്ചതും അനന്തരകാലികരാൽ അറിഞ്ഞാദരിപ്പിച്ചതും. നെടുവര കൊണ്ട് വേർതിരിച്ച് കാണിക്കുന്ന വാക്യത്തിന് പ്രധാന വാക്യവുമായി ഘടനാബന്ധമില്ല എന്നതും ഓർക്കുക. ഈ വാക്യം തന്നെ നെടുവര, അതായത് ഡാഷ് ഇട്ടതിനിടയ്ക്കുള്ള ഭാഗം ഒഴിവാക്കി വായിച്ചാലും ആശയം വ്യക്തമാണ്. താൻ നിൽക്കുന്ന കാലത്തിൽ നിന്ന് എത്രയോ അപ്പുറത്തേക്കുള്ള നോട്ടം തന്നെയാണ് ആശാനെ സമകാലികരാൽ ധിക്കരിപ്പിച്ചതും അനന്തരകാലികരാൽ അറിഞ്ഞാദരിപ്പിച്ചതും. എത്രയോ അപ്പുറത്തേക്കുള്ള നോട്ടം എന്നതിനെ മറ്റൊരു തരത്തിലും വിശദീകരിച്ചിരിക്കുകയാണ് അതേ കവിയെ കവിയാക്കുന്ന ആ ക്രാന്തദർശിത്വം എന്ന വാക്യത്തിലൂടെ. ഇതുപോലെ മറ്റൊരു വിശദീകരണം കാണുക. എല്ലാം നശിച്ചു, ധനം, കീർത്തി, സുഖം, ആരോഗ്യം. പൂരണചിഹ്നം, ബിന്ദുമാല, ലീഡ് എന്ന് ഇംഗ്ലീഷ്. ഉദ്ധരിക്കുന്നതും മറ്റും പൂർണ്ണമായിട്ടില്ല എന്ന് കാണിക്കാൻ 3 പൂർണ്ണവിരാമ ചിഹ്നങ്ങൾ തുടരെ ഉപയോഗിക്കുന്നു. ബുദ്ധം ശരണം, ധർമ്മം ശരണം. ഇതു കഴിഞ്ഞ് പൂരണചിഹ്നം, അതായത് ലീഡ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ വാക്യം പൂർണ്ണമായിട്ടില്ല, തുടർന്ന് അങ്ങോട്ടുണ്ട് എന്ന് കാണിക്കുന്നു. കാവ്യഭാഗങ്ങളിൽ വിട്ടുപോയ ഭാഗം സൂചിപ്പിക്കാൻ പൂരണചിഹ്നം ആവർത്തിക്കാറുണ്ട്. കാക്കേ കാക്കേ കൂടെ വിടേ. ഇത് കഴിഞ്ഞ്
പൂരണചിഹ്നം കൊടുത്തിട്ട് കരഞ്ഞിടും എന്ന് കാണിച്ചിരിക്കുന്നു. കാക്കേ കാക്കേ കൂടെവിടെ മുതൽ കരഞ്ഞിടും വരെ. ഇതിനിടയിൽ വരികൾ വിട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അടിവര, അണ്ടർലൈൻ എന്ന് ഇംഗ്ലീഷ്. നിശ്ചിത ഭാഗത്തേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. അവൻ വന്നു, സർവനാമം. അടിവരയിട്ട പദം സർവനാമം എന്ന് സൂചന. ചരിവ് വര, ചായ് വര, ഒബ്ലിക്, ബാർ, സ്ലാഷ് എന്നൊക്കെ ഇംഗ്ലീഷ് പേരുകൾ. ഈ ചിഹ്നത്തിന് മുൻപോ പിൻപോ ഉള്ള ഘടകം പ്രസക്തം എന്ന് സൂചന. പ്രസംഗം, പ്രഭാഷണം. സ്ഥാപനത്തിൽ സെക്യൂരിറ്റി, കാഷ്യർ, ക്ലാർക്കുമാരെ ആവശ്യമുണ്ട്. എല്ലാം പ്രസക്തിയുള്ളതാണെന്ന് സൂചന. വേർതിരിക്കപ്പെട്ട പദങ്ങളിൽ ഒന്ന് മാത്രം സ്വീകാര്യം എന്ന് കാണിക്കാനും ചരിവ് വര അതായത് സ്ലാഷ് ഉപയോഗിക്കുന്നു. സ്ത്രീ, പുരുഷൻ. വിവാഹിത, അവിവാഹിത, വിധവ, മോചനം നേടിയവൾ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് സ്വീകാര്യം എന്ന് സൂചന. പാടിനി, കാരറ്റ് എന്ന് ഇംഗ്ലീഷ്. വിട്ടുപോയ അക്ഷരത്തെയോ പദത്തെയോ സൂചിപ്പിക്കാൻ പാടിനി ഉപയോഗിക്കുന്നു. കളഞ്ഞുപോയി. ഇവിടെ വിട്ടുപോയ ലകാരത്തെ പദം വെട്ടി മാറ്റി എഴുതാതെ കൂട്ടിച്ചേർക്കാൻ പാടിനി ഉപയോഗിച്ചിരിക്കുന്നു. ആദ്യം പറയണം, ആദ്യം തന്നെ പറയണം എന്ന് വേണ്ടിടത്ത് ആദ്യം പറയണം എന്ന് എഴുതിപ്പോയെങ്കിൽ വാക്യം വെട്ടി എഴുതാതെ പാടിനി ചിഹ്നമിട്ട് തന്നെ എന്നത് കൂട്ടിച്ചേർക്കാൻ കഴിയും. ആദ്യം തന്നെ പറയണം. ഭാഷയിൽ പരക്കെ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ബാക്കിയുള്ളവ ഒന്ന് ഓടിച്ചു പറഞ്ഞു പോകുന്നു. വിശ്ലേഷം, അപ്പോസ്ട്രഫി എന്ന് ഇംഗ്ലീഷ്. പദങ്ങളിൽ ചില അക്ഷരങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. വിട്ട അക്ഷരസ്ഥാനത്തിൻ്റെ മുകളിലാണ് ഈ അടയാളമിടുന്നത്. വരണട്ടോ, വരണം കേട്ടോ. നിങ്ങളുടെ, നിങ്ങളുടെ. മലയാളത്തിൽ ഇത് സാധാരണമായി ഉപയോഗിച്ച് കാണുന്നില്ല. ഇംഗ്ലീഷിൽ ഇത് പരക്കെ ഉപയോഗിക്കുന്നു. നക്ഷത്ര ചിഹ്നം, താരിക, ആസ്റ്ററിസ്ക് എന്ന് ഇംഗ്ലീഷ്. രാമായണാദി ഗ്രന്ഥങ്ങളുടെ ആദ്യത്തെ അച്ചടി പതിപ്പുകളിൽ വരിയോ ഈരടിയോ അവസാനിക്കുന്ന സ്ഥാനത്ത് നക്ഷത്ര ചിഹ്നം ഉപയോഗിച്ചിരുന്നു. പഴയകാല ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്കിത് ബോധ്യപ്പെടും. ഗവേഷണ പ്രബന്ധങ്ങളിലും മറ്റും അടിക്കുറിപ്പ് നോക്കുക എന്ന് നിർദ്ദേശിക്കുന്ന സൂചക ചിഹ്നങ്ങളിലൊന്നാണ് നക്ഷത്ര ചിഹ്നം. ചരിവെഴുത്ത്, ഇറ്റാലിക്സ് എന്ന് ഇംഗ്ലീഷ്. ഗ്രന്ഥസൂചിയിൽ ഗ്രന്ഥങ്ങളുടെയും മാസികാദികളുടെയും പേര് ചരിവെഴുത്തായാണ്, അതായത് ഇറ്റാലിക്സിലാണ് അച്ചടിച്ച് കാണാറുള്ളത്. മറ്റു ചിഹ്നങ്ങൾ. അടിക്കുറിപ്പും മറ്റും സൂചിപ്പിക്കാൻ നക്ഷത്ര ചിഹ്നത്തിന് പുറമേ ഈ ചിഹ്നവും ഉപയോഗിക്കുന്നു. വൃത്തശാസ്ത്രത്തിൽ ഗണം തിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ. ലംബരേഖ, ഗുരു, ലഘു. ഗണിതത്തിൽ ഉപയോഗിക്കുന്ന അധികം, ന്യൂനം, ഗുണനം, സമം തുടങ്ങിയവ. ഭാഷാശാസ്ത്രത്തിൽ സാധാരണമായ ചിഹ്നം. ചിഹ്നം, പ്രയോഗം, അർത്ഥം. അണം, ണം. ഇവിടെ അണം എന്ന രൂപത്തിൽ നിന്ന് ണം എന്ന രൂപം നിഷ്പാദിപ്പിക്കാം എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ണം, അണം എന്നെഴുതുമ്പോൾ ണം എന്ന രൂപത്തിൻ്റെ ഉറവിടമാണ് അണം എന്ന് വരുന്നു. പ്രശ്ലേഷം, അവഗ്രഹം. രണ്ട് പദങ്ങളുടെ സന്ധിയിൽ രണ്ടാം പദത്തിൻ്റെ ആദ്യമുള്ള അകാരം പൂർവവർണ്ണത്തോട് ചേർന്നതിനാൽ മറഞ്ഞു കിടക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ചേർക്കുന്ന ചിഹ്നമാണ് പ്രശ്ലേഷം. സംസ്കൃത പദങ്ങളിലെ ഈ ചിഹ്നം ഉപയോഗിക്കൂ. ലളിത, അപി, ലളിതാപി. അകാരം ലോപിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നു. സ്വപ്നേ അപി, സ്വപ്നേപി. ഇവിടെയും
അകാരം ലോപിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നു. രസതന്ത്രം, ഭൗതികശാസ്ത്രം, ഭാഷാശാസ്ത്രം, ഗണിതം എന്നിവയിലൊക്കെ ഇവിടെ പറഞ്ഞവയ്ക്ക് പുറമെ പല ചിഹ്നങ്ങൾ കണ്ടേക്കാം. അവയൊന്നും വ്യാകരണത്തിന് വിഷയീഭവിക്കാത്തത് കൊണ്ട് ഇവിടെ പരാമർശിച്ചിട്ടില്ല. ചെറുവര അതായത് ഹൈഫൺ, നെടുവര അതായത് ഡാഷ്, പൂരണചിഹ്നം അതായത് ലീഡ്, അടിവര അതായത് അണ്ടർലൈൻ, ചരിവ് വര അതായത് ബാർ, പാടിനി അതായത് കാരറ്റ്, വിശ്ലേഷം അതായത് അപ്പോസ്ട്രഫി, നക്ഷത്രചിഹ്നം അതായത് ആസ്റ്ററിസ്ക്, ചരിവെഴുത്ത് അതായത് ഇറ്റാലിക്സ്, പ്രശ്ലേഷം അതായത് അവഗ്രഹം തുടങ്ങിയവയെക്കുറിച്ചാണ് ഇവിടെ വിശദമായി പറഞ്ഞത്. കഴിഞ്ഞ 2 അധ്യായങ്ങളിലും ഇതിലുമായി പറഞ്ഞ ഭാഷയിൽ ചിഹ്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രിയപ്പെട്ട ഭാഷാസ്നേഹികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ ഭാഷാപരമായ സംശയങ്ങളും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ബെൽ ഐക്കൺ അമർത്താൻ നിങ്ങൾ മറന്നു പോവുകയും അരുത്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേരുന്നു.